ഒരു അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പേരിലൊക്കെ ഒരു ഫോണിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളത് എത്രത്തോളം ബോറ് പരിപാടിയാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടണമല്ലോ. ഇതിപ്പോൾ വൺ പ്ലസിൻ്റെ ഒരു യൂണിഫോമിറ്റി ആയി മാറിയിരിക്കണം. എന്നാൽ വേറെയുള്ള കമ്പനികൾ ഈ ഒരു പരിപാടി പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം എന്നുള്ളതും വളരെ ബോറ് പരിപാടിയായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എത്തപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു കഥ എന്താണെന്നുള്ളത്. ഇതിപ്പോൾ ഒരു പുതിയ പരിപാടിയായിട്ട് പറയല്ല, കുറേ ഉള്ളപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി മുന്നോട്ട് കൊണ്ടുവരണ്ടേ. ഒരു അപ്ഡേറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ സംഗതി ഇപ്പോൾ ഇത് ഏതാ ഒന്ന് നോക്കി നിങ്ങൾ. 1 2 3 4 5 6 7 8 അതിലൊരു 8 പേരെ ഇപ്പം നമുക്ക് കിട്ടിയേ. അതിൽ 7 3-4 പച്ചുണ്ട്, പിന്നെ ചിലത് കുറച്ച് പച്ചയോടെ അടുത്ത വെള്ള ആ ഒരു ലെവലിലേക്കൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ സംഗതി ഇത് മോഡൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബാക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക് ഇത് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമല്ല കേട്ടോ, അത് അപ്പ് ഡൗൺ അതിൻ്റെ പ്രശ്നമാണ്. ചെക്കൻ്റെ കയ്യിൽ നിന്ന് ചാടീന്. നമ്മളെ ചെക്കൻ്റെ ഫോണാണിത്. ചെക്കൻ 2 വർഷം മുമ്പ് സെക്കൻഡ് ഹാൻഡ് എടുത്ത നല്ലൊരു ബോക്സ് പീസൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുത്തൊരു സാധനമാണിത്, OnePlus 8. അപ്പോൾ വൺ പ്ലസിൻ്റെ ആ ഒരു OnePlus ചടപ്പിച്ചാൻ തുടങ്ങിയ ആ ഒരു കാലത്ത്, അതായത് പഴയ ഒരു OnePlus തീർന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങിയ ആ ഒരു കാലത്ത് ഇറങ്ങിയ ഫോണാണ് OnePlus 8 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അതായത് OnePlus ഇപ്പോൾ മാറി എന്ന് തന്നെ പറയാം. മാറി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ ഒരു OnePlus-ൻ്റെ ഒരു ഇതിലിറങ്ങിയ ഫോണ്, അതായത് OnePlus-ൻ്റെ ലോഞ്ചർ എന്നൊക്കെ പറയുന്നത് വളരെ രസമായിരുന്നു. നല്ല ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ട് ആപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ ഒരു സ്ലിമ്മും സ്മൂത്തും ഭയങ്കര ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ലോഞ്ചർ കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ. എന്നാൽ എന്താ ഇപ്പോൾ OnePlus-ൻ്റെ എന്നാൽ OnePlus 7 പ്രോയോട് കൂടെ ഒക്കെ തീർന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ OnePlus 7T പ്രോയോട് കൂടെ ഒക്കെ തീർന്നു എന്നുള്ളതാണ് വെച്ച് പറയാനുള്ളത്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിലേ OnePlus-ൻ്റെ 5T ആണെങ്കിലും OnePlus-ൻ്റെ 3T ആണെങ്കിലും OnePlus-ൻ്റെ 60 വരെ, ഏറെക്കുറെ 60 വരെയുള്ള ഏത് മോഡലാണെങ്കിലും ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ക്രേസിയാണ്. ആ ഒരു OnePlus ഇങ്ങനെ അതിലിങ്ങനെ കാണും, തിളങ്ങി ഇങ്ങനെ നിൽക്കും. ആ ഒരു OnePlus എന്ന് പറയുന്ന ഒരു സംഗതി ഇങ്ങനെ, ഒരു OnePlus-ൻ്റെ ആ ഒരു സംഗതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എത്രത്തോളം അപ്പോൾ ഇത് പറഞ്ഞു വരുത്തേണ്ടി എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഫോണാണ് ഇപ്പോഴും OnePlus 60 വരെ. 7 Pro ഇറങ്ങിയപ്പോഴും ആ ഒരു ഫീൽ പറയുന്നത് വല്ലാത്ത സാധനം. ലോഞ്ചറൊക്കെ OnePlus-ൻ്റെ ലോഞ്ചർ അതിന് ഇറങ്ങിയപ്പോൾ അതിന് ആപ്പും കാര്യങ്ങളൊക്കെ കാണാനും OnePlus-ൻ്റെ ഒരു സ്മൂത്തുള്ള ആ ഒരു ഭയങ്കര രസം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു OnePlus 7 Pro ഇറങ്ങിയപ്പോൾ. ഞാൻ അത് ഇറങ്ങിയ ടൈമിൽ ഒരു കടയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. എന്നിട്ട് ഞാനിപ്പോൾ അത് ഒരു സെക്കൻഡ് എടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനൊരു ഷോപ്പ് പോയി എടുത്തു നോക്കുമ്പോൾ തന്നി ഒരു ഓപ്പോ ടച്ചുള്ള OnePlus ആണ് ഇപ്പം നമുക്ക് കിട്ടുക. അതായത് ഇപ്പോൾ ഇത് നോക്കിയാൽ തന്നെ ഒരു ഓപ്പോ ടച്ച് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ ഓക്സിജൻ OS അല്ലെങ്കിൽ ഓപ്പോണിട്ട് ടൈപ്പ് അതിൻ്റെ ശേഷം ആണ് OnePlus കൂടുതലായിട്ട് ചൊറപ്പിച്ചാൻ തുടങ്ങിയെന്നുള്ളതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണല്ലോ. എന്നാലും ഇപ്പോൾ OnePlus 11R OnePlus കംബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. എന്നാലും OnePlus എന്നുള്ള ആ ഒരു സംഗതി OnePlus 60 കൂടെ OnePlus 7 Pro എന്നാണ് പറയേണ്ടത്. പക്ഷേ OnePlus 7 Proയിൽ ഇപ്പോൾ ഒരു ഓപ്പോ ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു OnePlus 60 വരെ പഴയ ഒരു OnePlus 60 കൂടെ തീർന്നിരിക്കണം എന്നുള്ളത് തന്നെ നമ്മൾ ഇവിടെ പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ 4 കൊല്ലം മുമ്പ് ഇറങ്ങിയ 2020 ഇറങ്ങിയൊരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ പോർട്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈ സാധനം സുനാൻട്രി ഓൺ ആക്കിയാൽ നമുക്ക് പോർട്രേറ്റ് വീഡിയോകൾ എടുക്കാൻ പറ്റും. അതിന് നല്ല രീതിയിലുള്ളൊരു ഫോക്കസ് ഇങ്ങനെ കിട്ടിയാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സംഗതി നല്ലൊരു ഐറ്റമാണ്. വളരെ സിമ്മായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 5G ഒക്കെ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 865 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. 256 അല്ലെങ്കിൽ 128 സ്റ്റോറേജ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറേ യൂണിഫോമിറ്റി ആയിട്ടുള്ള കുറേ വിരകൾ ഇങ്ങനെ കടന്നു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്
പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ കൂടുതൽ ഇപ്പോൾ ഇതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടേണ്ടി വരും എന്നല്ല ഇപ്പോൾ നമ്മൾ പറയല്. പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞാൽ പോകാൻ എഴുതിയല്ല. അപ്പോൾ ഇപ്പോൾ 900 അവിടെ